പാലും പഴവും കൈകളിലേന്തി പവിഴവാ
ഞാൻ ആകെ കുത്തിയത് ചേച്ചി. പോസ്റ്റർ ലോഞ്ച് ആൻഡ് ദി ഓഡിയോ ലോഞ്ച്. അപ്പോൾ നമുക്ക് ആദ്യം പോസ്റ്റർ ലോഞ്ച് വെച്ചിട്ട് തന്നെ തുടങ്ങാം. അതിനായിട്ട് ഈ വേദിയിലേക്ക് ആദ്യം തന്നെ ഞാൻ സ്വാഗതം ചെയ്യുന്ന ഗസ്റ്റ് ഈ സിനിമയുടെ ഡയറക്ടറായിട്ടുള്ള മലയാളത്തിലെ അതുപോലെ തന്നെ മറ്റു ഭാഷകളിലും എപ്പോഴും നമുക്കൊരു സോഷ്യലി റെലവെന്റ് ആയിട്ടുള്ള സബ്ജക്ട്സും പാടുമ്പോഴോ so we would like to speak a few words to the audience. Some actors are there, so I'm slightly nervous, but film is the one who should speak. അപ്പോൾ ഈ സിനിമ സംസാരിക്കും എന്ന് വിശ്വസിക്കുന്നു, ഉറച്ചു വിശ്വസിക്കുന്നു. ഇനിയെല്ലാം it's all only we can do the film. Rest is not in our hands. So we are hoping and we are praying that the film do well and get good opinion about the film. Thank you. Sir, I request you to kindly stay back here. ഇനി നമ്മൾ അടുത്തതായി പ്രൊഡ്യൂസർ സാറിനെയാണ്. ബോളിവുഡിലെ എക്സ്പീരിയൻസ് ഉള്ള ഒരു പ്രൊഡ്യൂസറാണ് അദ്ദേഹം. ആൻഡ് ഹി സ്റ്റാർട്ടഡ് വിത്ത് അമീർ ഖാൻ പ്രൊഡക്ഷൻസ് ആൻഡ് അവിടെ ഹി ഡൺ ഫിലിംസ് ലൈക്ക് ഡീപ്ലി ലൈക്ക് ഡൽഹി ഡൽഹി ഡോബി ബട്ട് ആൻഡ് ലേറ്റർ ഓൺ രാം ഗോപാൽ വർമ്മ സാറിനൊപ്പം ഡിപ്പാർട്ട്മെന്റ് ഫിലിം ആയിട്ടാണ് അദ്ദേഹം വർക്ക് ചെയ്തത്. ഐ ഹാവ് ദ റെസ്റ്റ് ബട്ട് ഓൺ ദ നെക്സ്റ്റ് പേജ് ഓൺ ടു ദ സ്റ്റേജ്.
ചേച്ചിയെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ സൂത്രധാരനിൽ കണ്ട ആ ഒരു ഫ്രഷ്നെസ് അല്ലെങ്കിൽ ആ ഒരു ക്യൂട്ട്നെസ് ഇപ്പൊ റീസെന്റ് ഇറങ്ങിയ ക്വീനെ നോക്കിക്കഴിഞ്ഞാലും അതേപോലെ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ആ ഒരു സ്ക്രീൻ പ്രസൻസും ഈ ഒരു സൗന്ദര്യവും ഇതേപോലെ തന്നെ കൊണ്ടുപോകുക എന്ന് പറയുന്നത് എല്ലാ നായികമാർക്കും ലഭിക്കുന്ന ഒരു ഭാഗ്യമല്ല. വെരി ലക്കി അബൌട്ട് ഇറ്റ്. People absolutely love you. Chechi, please step forward and speak a few words. First of all, I would like to thank Joshi sir, CR Professor, Simi Manan sir, Shyam sir, Ranjit sir, all of the legends who are here. Thank you so much. സിനിമയിലേക്ക് തിരിച്ചു വരുവാണെങ്കിൽ VKP എൻ്റെ ഒരു ലോങ് ടൈം ഫ്രണ്ടാണ്. ആൻഡ് വളരെ എൻജോയ് ചെയ്താണ് ഈ പടം വർക്ക് ചെയ്തത്. പാലപ്പഴം ഇതിൻ്റെ ഒരു ജോണർ എന്ന് പറഞ്ഞാൽ വളരെ തമാശയും പിന്നെ ഞങ്ങളുടെ തമാശയും കൂടെ കൂടി വളരെ അടിപൊളി തമാശയായിരുന്നു സെറ്റില്. ആൻഡ് വിനോദേട്ടൻ വെരി നൈസ് പ്രൊഡ്യൂസർ. ഞങ്ങൾക്ക് വേണ്ട ആവശ്യങ്ങളെല്ലാം ചെയ്തു തരുന്നു. And his entire team, RD, and also I would like to mention Samir Singh, his partner, and his another partner, RD. Pinne, of course, Ashwin, വളരെ എന്താ പറയുക പുതിയൊരു ടാലൻറ്റ്. I forgot to mention Padma sir. Sorry. ഞാൻ കണ്ടില്ല. അശ്വിൻ വളരെ പ്രോമിസിങ് ആയിട്ടുള്ള ഒരു എന്താ പറയുക ഒരു ആക്ടർ സ്റ്റാർ ഈ സിനിമയിലൂടെ മലയാള സിനിമയ്ക്ക് കിട്ടിയിരിക്കുന്നു. പിന്നെ മണിമുള്ള ചേട്ടൻ, ഞങ്ങളുടെ അശോകൻ ചേട്ടൻ, ഞങ്ങളെല്ലാവരും അടിച്ചു പൊളിച്ച് അല്ലേ ചെയ്തൊരു സിനിമയാണ്. And thank you so much. And thank you very much. Thank you so much, Chechi. I think it made up, right? And you look absolutely gorgeous today. Thank you so much. Chechi, നമ്മൾ അവരെല്ലാം വേദിയിലേക്ക് ക്ഷണിക്കുന്നത്. Sorry, Ashish. I forgot. Ashish, I have to mention bright എന്താ പറയുക റൈറ്റർ. ഇപ്പോഴത്തെ യങ് ജനറേഷൻ അത് പുതിയ സിനിമയ്ക്ക് ആവശ്യമുള്ളൊരു വളരെ ബ്രൈറ്റ് ആയിട്ടുള്ളൊരു എക്സ്ട്രീംലി ടാലൻറ്റഡ്. And I think I'm very blessed to work with all these extremely talented people. Thank you so much. Thank you, Chechi. Thank you for നടക്കുന്ന ഓരോരുത്തർക്കും ഒരു വലിയ പ്രചോദനം തന്നെയായിരിക്കും. കാരണം കരിയർ തുടങ്ങിയിട്ട് അധികം നാളായിട്ടില്ല. ഒരു നാഷണൽ അവാർഡ് വിന്നിംഗ് ആക്ട്രസിന്റെ ഹീറോ ആകാൻ ഇപ്പോൾ അതൊരു ഭാഗ്യം കിട്ടിയിരിക്കുകയാണ്. വേറെ ആരെയല്ല, അശ്വിൻ സാറിന്റെ ഇന്റർവ്യൂ കാത്തിരുന്ന് എടുക്കാൻ ഒരു ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം ഇപ്പോഴാണ് കാണുന്നത്. രണ്ട് വാക്ക് നമ്മുടെ ഓഡിയൻസിനോട് പ്ലീസ്. സദസ്സിലിരിക്കുന്ന ഗുരുതുല്യരായ പ്രിയപ്പെട്ടവരെ, എന്നെ ഞാനാക്കി റൂമിൽ എത്തിച്ച് ഒരുപാട് പേര് ഇരിപ്പുണ്ട്. പേരെടുത്ത് പറഞ്ഞ ആരെങ്കിലും പേര് വിട്ടുപോയതെന്ന് വെച്ചാൽ അതങ്ങ് മനഃപൂർവ്വം ഒഴിവാക്കിയിട്ട്. ഒരു 10-25 വർഷത്തിന് മുമ്പ് ഞാൻ ഫ്ലൈറ്റ് വെച്ചിട്ട് VKP കണ്ട് പരിചയപ്പെട്ടു. ആ കാലത്ത് തന്നെ ഒരു 200ഓളം. അത് കഴിഞ്ഞ് കുറച്ച് വർഷം കഴിഞ്ഞു ഗുലുമാല എന്നുള്ള സിനിമയിൽ. ഗുലുമാല സിനിമയാണ് ഞാൻ വെച്ചൊരു ആഡ് ഡയറക്ടറെ പടത്തിൽ എനിക്ക്. അപ്പോൾ മിക്കവാറും ഞാൻ നല്ല രീതിയിൽ ഈ ബിസ്ക്കറ്റ് നല്ല ടേസ്റ്റ് ആണല്ലോ, ഈ പോൺസ് പൗഡർ ഇടുമ്പോൾ ഇങ്ങനെ കൊല്ലം പറയാൻ വെച്ചു. പക്ഷെ അങ്ങനെ ഒന്നും ഉണ്ടായില്ല. ഞാൻ അദ്ദേഹത്തിന് പറഞ്ഞു ഒരു ആഡ് ഡയറക്റ്റ് ചെയ്യുമ്പോൾ അങ്ങനെ ഒരു എന്തെങ്കിലും ഒരാളുടെ സ്പോൺസർ പൈസ വാങ്ങിച്ചിട്ട് കൂടെയാണ് ഒരു ഐറ്റത്തിന് പ്രോമിനൻസ് കാണിക്കുന്നതെല്ലാം ഉണ്ടാകുന്നത്. പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടായില്ല. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. കോമഡി ഫിലിമായിരുന്നു. അന്നത്തെ കാലത്ത് ആ പടം ഹിറ്റുമാണ്. അതിനുശേഷം വളരെ നാളുകൾക്ക് ശേഷമാണ് ഈ സിനിമ ചെയ്യുന്നത്. പാലും പഴവും. നേരത്തെ മീര ജാസ്മിൻ പറഞ്ഞ മാതിരി നമ്മൾ ആ സെറ്റിൽ സമയം പോയത് അങ്ങനെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഇതിനകത്ത് എൻ്റെ ഭാര്യയായിട്ട് ഇറങ്ങിയത് നിഷാ സാരിങ് ഇവിടെ ഉണ്ട്. നിഷാ സാരിങ് 1-2 പടങ്ങൾ എൻ്റെ ഭാര്യയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. എൻ്റെ മകൻ നിരഞ്ജൻ നിഷാ സാരിയുടെ മകനായിട്ട് 2 പടങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു സിനിമയിൽ പോലും ഞങ്ങൾ ഇവിടെ ഒരു ബെഡ്റൂം സീൻ പോലും ഉണ്ടായി. ഇത് എങ്ങനെ രീതി എന്ന് പറയുന്നത് കാര്യങ്ങൾ അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ഈ പാലും പഴം എന്നുള്ളതിനെ കുറിച്ച് പറയുമ്പം അധികം പറഞ്ഞതിൻ്റെ രസം കളയുന്നില്ല. പക്ഷെ ഈ പറഞ്ഞ ഒരു പണ്ട് വളരെ പ്രശസ്തനായ നല്ല ഡയറക്ടറാണ് ഭീം സിംഗ് എന്നുള്ള ഡയറക്ടർ. നമ്മുടെ മരിച്ചുപോയ സുകുമാരി ചേച്ചിയുടെ ഹസ്ബൻഡാണ്. ഈ പറഞ്ഞൊരു തമിഴ് കണ്ട ഏറ്റവും വലിയ ഡയറക്ടേഴ്സിൻ്റെ ലിസ്റ്റിൽ ഭീം സിംഗ് സാറും ഉണ്ട്. അപ്പം ഭീം സിംഗ് സാർ എടുക്കുന്ന പടങ്ങൾക്കെല്ലാം
പാ എന്നുള്ള പേര് വെച്ചായിരിക്കും സിനിമ കാണുന്നത്. പാവം മിന്നിപ്പ്, പാശമല്ലർ, പാട്ടുകാപ്പ്, പാലും പഴവും എല്ലാം പാ വെച്ച് തുടങ്ങുന്ന പടം എല്ലാം അന്നത്തെ കാലത്ത് അധികം സിനിമകളിലും ശിവാജി ഗണേശൻ സാർ എല്ലാ പടങ്ങളും ഓൾമോസ്റ്റ് സൂപ്പർ ഹിറ്റാണ്. മാത്രമല്ല അന്നത്തെ കാലത്ത് പാലും പഴവും കൈകളിലേന്തി പവിഴവായിൽ പുന്നകിൽ പോലെ മയിൽ പോൽ നീ വരുവാ, ഈ പാട്ട് പാടാത്ത ആൾക്കാരില്ല തമിഴ്, കേരളത്തിലും തമിഴ്നാട്, ഇന്ത്യയിൽ അർത്ഥം സൂപ്പർ ഹിറ്റ് സോങ്ങാണ്. അപ്പം ഞാൻ ചോദിച്ചു ഇതെന്താണ് ഇങ്ങനെ പാലും പഴം എന്നുള്ള ആ സിനിമയുടെ അല്ലെങ്കിൽ ആ പാട്ടിൻ്റെ ഇൻസ്പിറേഷൻ ആണ് ചോദിച്ചും അങ്ങനെയല്ല. ഇത് അതിൻ്റെ ഒരു സസ്പെൻസ് ഞാൻ പറയുന്നില്ല, അദ്ദേഹം തന്നെ പറയുമായിരുന്നു. അങ്ങനെയാണ് ഈ പടത്തിന് ഈ പേരിട്ടേക്കുന്നത്. അപ്പോൾ ഭീം സിംഗ് സാറിൻ്റെ പടങ്ങളൊക്കെ സൂപ്പർ ഹിറ്റായ മാതിരി പാലും പഴവും സൂപ്പർ ഹിറ്റാവട്ടെ. പ്രൊഡ്യൂസർ ഈ പറഞ്ഞ ഞാൻ കണ്ട അദ്ദേഹം ശ്രീ ഉണ്ണിക്കാൻ അന്ന് വരുമ്പോൾ കാലിൽ പ്ലാസ്റ്റർ ഇട്ടുകൊണ്ട് അധിക സമയം വന്നില്ല. പിന്നെ പ്ലാസ്റ്റർ ഇട്ടുകൊണ്ട് വണ്ടിയിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ട് ഞാൻ പറഞ്ഞു ഇത് മുമ്പ് തമിഴിൽ ചില പ്രൊഡ്യൂസേഴ്സ് ചെയ്തതാണ് പൈസ തരാതിരിക്കാൻ വേണ്ടി. അയ്യോ കാല് വയ്യ, ഹോസ്പിറ്റലിൽ പോകണം, അതിൻ്റെ സർട്ടിഫിക്കറ്റ് നമുക്ക് പൈസ വയ്ക്കാനുള്ളൊരു ഗ്യാപ്പ് കിട്ടില്ല. അതിനുമ്പോൾ ഇങ്ങോട്ട് ഇങ്ങനെയുള്ള സിമ്പിളുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയൊന്നുമല്ല, ഇപ്പം കാലൊക്കെ ശരിയായി. പടം നിർന്നപ്പോഴത്തേക്കും അതൊക്കെ അടിച്ചോളൂ കിട്ടിയല്ലേ. അപ്പോൾ എല്ലാ വിജയാശംസകളും നേരുന്നുണ്ട്. ഈ പടത്തിൽ വർക്ക് ചെയ്ത എല്ലാവരും ആക്ച്വലി ഇതിൽ എല്ലാവരും നല്ല സഹകരണമായിരുന്നു ഈ പടത്തിൽ. പിന്നെ ഇന്ന് ഏതെങ്കിലും ഒരു പ്രത്യേക ആൾക്കാർ സ്പോൺസർ ചെയ്യണമെന്ന് അറിയില്ല, എല്ലാം മഞ്ഞയായിരിക്കും. എന്തായാലും മഞ്ഞ ഇടാതെ വന്നുകൊണ്ട് എനിക്ക് ഇവിടെ നിന്ന് ഡിന്നർ കിട്ടുന്ന പോലില്ല. ആണോ ചുവപ്പും നീലയൊന്നുമില്ലേ? വ്യത്യാസമില്ല. ഓക്കെ, ചിലരൊക്കെ അറിഞ്ഞതോ മഞ്ഞയാക്കിയിട്ടുണ്ടെങ്കിൽ. ഓക്കെ, താങ്ക് യു സോ മച്ച്. Thank you, sir. Thank you so much. So, whenever this man comes on the stage, ഇനി അടുത്തതായി ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത് ഇതേപോലെ തന്നെയുള്ള മറ്റൊരു വെറ്ററൻ ആക്ടറെയാണ്. അദ്ദേഹത്തിന് ഒരു സ്പെഷ്യൽ ഇൻട്രൊഡക്ഷൻ എനിക്ക് കൊടുക്കാനുണ്ട്. പക്ഷെ ആ ഇൻട്രൊഡക്ഷൻ ഞാൻ തൽക്കാലം ഇപ്പൊ യൂസ് ചെയ്യുന്നില്ല. കുറച്ച് സമയം കഴിഞ്ഞിട്ട് ആ ഒരു ഇൻട്രൊഡക്ഷൻ വെച്ച് ഇദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നതായിരിക്കും. എന്തായാലും ഇതിലേക്ക് സ്വാഗതം ചെയ്യാൻ പോകുന്നത് ഇപ്പൊ എല്ലാവരും ഓർക്കുന്നുണ്ടാകും എന്താണ് മീനാക്ഷി മാറ്റി വെച്ചിരിക്കുന്ന ആ ഒരു സ്പെഷ്യൽ അദ്ദേഹത്തിന് കൊടുക്കാനുള്ള ഒരു ഇൻട്രോ എന്ന്. സാർ അത് ഒരു സസ്പെൻസ് ആക്കി കുറച്ച് നേരം കഴിഞ്ഞ് വെക്കാം അല്ലേ? രണ്ട് വാക്ക് നമ്മുടെ ഓഡിയൻസിനോട് സംസാരിക്കും. പ്രിയമുള്ള സുഹൃത്തുക്കളെ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ബഹുമാനപ്പെട്ടവരെ, ഗുരുതുല്യരെ, പാലും പഴവും എന്ന സിനിമയിൽ അഭിനയിക്കുമ്പോൾ വളരെ എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്ത വളരെ സന്തോഷകരമായ ഒരു വാർത്തയാണ് എനിക്കുണ്ടായത്. വളരെ കാലം അതിപ്പം ഇവിടെ സസ്പെൻസ് ആണെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഞാൻ തന്നെ ഇവിടെ പറയാം. അപ്പം പറഞ്ഞൂടെ? അല്ല, വളരെ സിനിമയിൽ വരുമ്പോഴും അതിനു മുമ്പും ഒരു പാട്ട് സിനിമയെ പാടണമെന്ന് വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അത് ഇതുവരെ സാധിച്ചിരുന്നില്ല. ഈ പടത്തിൽ അങ്ങനെ ഒരു വലിയൊരു ലോട്ടറി, എന്നെ സംബന്ധിച്ച ലോട്ടറിയാണ്. അങ്ങനെ ഒരു പിന്നണി ഗായകനാകാൻ സാധിച്ചു എന്നൊരു വളരെ സന്തോഷകരമായ കാര്യമാണ് എന്നെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. പിന്നെ അതിന് കാരണക്കാരൻ തീർച്ചയായിട്ടും ഇതിൻ്റെ സംവിധായകൻ ശ്രീ വി കെ പ്രകാശും അതിൻ്റെ നിർമ്മാതാവ് വിനോദുമാണ്. പിന്നെ വേറെ പ്രത്യേകമായിട്ട് എനിക്ക് പറയാനുള്ളത്, വി കെ പ്രകാശിൻ്റെ ഒരുപാട് സിനിമ ഞാൻ അഭിനയിച്ചു. ഒരുപക്ഷെ എൻ്റെ ഗുരുനാഥനായ പത്മരാജന് ശേഷം ഏറ്റവും കൂടുതൽ അഭിനയിച്ച ഒരു ഡയറക്ടർ വി കെ പ്രകാശാണെന്ന് തന്നെ നിശ്ചയമായിട്ടും എനിക്ക് പറയാൻ സാധിക്കും. വി കെ പ്രകാശിൻ്റെ ഓരോ സിനിമകളും വളരെ ഒരു ആക്ടറെ സംബന്ധിച്ച് വളരെ എൻജോയ് ചെയ്ത് അഭിനയിക്കാവുന്ന സിനിമകളും ഒക്കെയാണ്. വളരെ എൻകറേജ്മെൻറ്റ് തരുന്ന ഒരു ഡയറക്ടറാണ്. അപ്പം നമുക്കറിയാം ഓരോ സിനിമയും വിഭിന്നമാണ്, വി കെ പിയുടെ ഓരോ പടങ്ങളും വിഭിന്നമാണ്. ഈ സിനിമയിൽ അങ്ങനെ വളരെ സന്തോഷത്തോടെ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ലോട്ടറിയും എനിക്കൊപ്പം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ സിനിമ വളരെ പ്രത്യേകതയുള്ള സിനിമയായിരിക്കും. ഇതും വളരെ പ്രത്യേകതയുള്ള സിനിമയായിരിക്കും. പിന്നെ എൻ്റെ കളക്ഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ സംബന്ധിച്ചപ്പോഴൊന്നും പറയാൻ സാധിക്കത്തില്ല. പടം നന്നായിരിക്കും എന്നുള്ള വിശ്വാസമുണ്ട്. അതുകൊണ്ട് തിയേറ്ററിലും ഈ സിനിമ നന്നായി കളക്ട് ചെയ്യുമെന്നും എനിക്കൊരു വിശ്വാസമുണ്ട്. എനിവേ വളരെ സന്തോഷകരമായൊരു ചടങ്ങിൽ വളരെ ഒരു ഉത്സാഹം തോന്നുന്നുണ്ട്. എല്ലാവർക്കും നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. വീണ്ടും പാട്ടിലൊക്കെ നമുക്ക് കേൾക്കാം. ഞാൻ പ്ലേബാക്ക് സിംഗർ കൂടി ആയിരിക്കുകയാണ് അശോകൻ സാർ. അതുകൊണ്ട് അദ്ദേഹത്തെ കൊണ്ട് ഇന്നത്തെ ഈ ഒരു ഈവനിങ്ങിൽ ഞാനൊരു പാട്ട് പാടിക്കുന്നതായിരിക്കും. പക്ഷെ തൽക്കാലം
KP സാർ ഞാനത് കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമുക്ക് ആ സസ്പെൻസ് ബ്രേക്ക് ചെയ്യാം. ഇനി ചേച്ചി ഈ സിനിമയിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വേഷം ചെയ്തിട്ടുണ്ട്. സോ ചേച്ചി പ്ലീസ് കം ഫോർവേഡ്. വേദിയിലും പ്രിയ സുഹൃത്തുക്കൾക്കും നമസ്കാരം. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഡ്രീം കം ട്രൂ മൊമെൻ്റ് ആണ്. ബിക്കോസ് ഒരുപാട് നാളായിട്ട് KP സാറിനെ അറിയുമെങ്കിലും ഒരു ഫ്രണ്ട്ഷിപ്പ് കാത്തു സൂക്ഷിക്കുന്നുണ്ടായിരുന്നെങ്കിലും ആദ്യമായിട്ടാണ് സാറിൻ്റെ കീഴിൽ അഭിനയിക്കാൻ സാധിച്ചത്. ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ ഞങ്ങളെല്ലാവരും ഒരുപാട് സന്തോഷിച്ചുകൊണ്ട് അഭിനയിച്ച ഒരു സെറ്റായിരുന്നു നമ്മുടെ പാലപ്പഴത്തിൻ്റെ. ആ ഒരു എനർജി ത്രൂ ഔട്ട് ഞങ്ങളെല്ലാവരും കീപ്പ് ചെയ്തിരുന്നു. ആ എനർജി തീർച്ചയായിട്ടും സിനിമയിലും ഉണ്ട് എന്ന് ഞങ്ങളെല്ലാവരും വിശ്വസിക്കുന്നു. ആ എനർജി ഓഡിയൻസിനും പകർന്നു നൽകാൻ സാധിക്കും എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് ചേച്ചി. ഇനി നേരത്തെ മണിയൻപിള്ള സാർ ഇവിടെ മെൻഷൻ ചെയ്ത നിഷ് ചേച്ചിയാണ് ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത്. മിനി സ്ക്രീനിലൂടെയും ബിഗ് സ്ക്രീനിലൂടെയൊക്കെ നമ്മുടെ മനസ്സ് കവർന്ന ഒരു ആക്ടറാണ് ചേച്ചി. എസ്പെഷ്യലി ഉപ്പും മുളകും വന്നു കഴിഞ്ഞപ്പോൾ നമ്മളെല്ലാ മലയാളികളും മനസ്സിന് ഒരു സ്ഥാനം കൊടുത്ത് അല്ലേ, നമ്മുടെ ഒരു അമ്മ സഹോദരിയൊക്കെ ആയിട്ട് ഒരു മിടുക്കൻ കുട്ടനെ കൊണ്ടിട്ടാണ് വേദിയിലേക്ക് വരുന്നത്. ഐ തിങ്ക് ചേച്ചിയുടെ ഇരിക്കുകയാണ്. വരൂ വരൂ വരൂ. ചേച്ചിയുടെ ഗ്രാൻഡ് സൺ. ഓക്കെ ചേച്ചിയുടെ ഹലോ ഹായ്. ആള് സംസാരിക്കുമോ? സംസാരിക്കും. ഇല്ല. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട്. ഇങ്ങനെ എനിക്ക് ഇവിടെ ഒരു സർപ്രൈസ് ഉള്ളത് സർപ്രൈസ് അല്ല, സത്യം പറഞ്ഞാൽ എനിക്കൊരു ടെൻഷനാണ്. ഞാൻ അഭിനയിച്ച ഒരു 1, 2, 3, 4 സിനിമയിലെ ഡയറക്ടേഴ്സ്, ഇപ്പോൾ 5 ഉണ്ട്. 5 ഫിലിമിലെ ഡയറക്ടേഴ്സ് ഫ്രണ്ടിലിരിക്കുകയാണ്. മുട്ടിടിക്കുന്ന ഒരു അവസ്ഥയാണ് സത്യം പറഞ്ഞാൽ. അതുകൊണ്ട് ജോഷി സാറുണ്ട്, സിബി സാറുണ്ട്, പിന്നെ ശ്യാംപ്രസാദ്. ഞാൻ പറഞ്ഞിട്ട് വേണം അദ്ദേഹത്തിന് എന്നെ അറിയാൻ. സത്യം അദ്ദേഹത്തിൻ്റെ പടത്തിലൂടെയാണ് ഞാൻ ആദ്യമായിട്ട് ഫസ്റ്റ് സ്ക്രീനിന് മുന്നിൽ വരുന്നത്. അദ്ദേഹത്തിൻ്റെ അഗ്നിസാക്ഷി എന്ന ഫിലിമിലൂടെയാണ്. അഭിനയിക്കാൻ വേണ്ടി എത്തിയതല്ല, അവിടെ ഡാൻസ് ചെയ്യാൻ വേണ്ടി എത്തിയ അപ്രതീക്ഷിതമായിട്ട് അഭിനയിക്കേണ്ടി വന്നു. അതൊരു തുടക്കമായിരുന്നു. എന്തായാലും 2-3 വേദികളിൽ ഇതുപോലെ വന്നിട്ടുണ്ട്. പക്ഷേ ഇത് എനിക്ക് സംസാരിക്കാൻ പറ്റിയിട്ടില്ല. ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ സിബി സാറിൻ്റെ സിനിമയിലും ഇതുപോലെ എൻ്റെ വീട് അപ്പൂൻ്റെയും ചെയ്തു. ജോഷി സാറിൻ്റെ പോത്തനുവാവ, ജന്മം, അങ്ങനെ 2 മൂവിയിൽ അഭിനയിച്ചു. രഞ്ജിത്ത് സാറിനും ഞാൻ പറഞ്ഞു വേണം സാറിനെ അറിയാൻ. സാറിൻ്റെ ഒരു മൂവിയിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അത് ഞാൻ ഒരു ദിവസം എപ്പോഴും ഫോണിലാണ് പറഞ്ഞത് ഞാൻ സാറിൻ്റെ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ അങ്ങനെ പറഞ്ഞു കൊടുക്കേണ്ട അവസ്ഥയിൽ കുഞ്ഞു ക്യാരക്ടറായിരുന്നു ചെയ്യുന്നത്. അതുകൊണ്ടാണ് എനിക്ക് അങ്ങോട്ട് പറയേണ്ടി വന്നത്. അപ്പോൾ അവിടെ നിന്ന് എനിക്കിവിടെ സാറിൻ്റെ പടത്തിൽ അഭിനയിക്കാൻ സത്യം പറഞ്ഞാൽ ഇവിടെ എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ എനിക്കും പറയാനുള്ളൂ, ഭയങ്കര എനർജി ആയിരുന്നു കേട്ടോ. ഒരു രക്ഷയില്ലാത്ത എനർജി ആയിരുന്നു എനിക്ക് ഇവിടെ ഈ സെറ്റ്. ഞാനത് എപ്പോഴും മീനയോടും പറഞ്ഞിട്ടുണ്ട്. നമ്മളെല്ലാവരും പലപ്പോഴും സാറിൻ്റെ ഇടയ്ക്കുള്ള പാട്ടും പിന്നെ ഇടയ്ക്കുള്ള ചില തമാശകളൊക്കെ ഫുൾ ഒരു എനർജി സെറ്റായിരുന്നു. അപ്പോൾ അത് ഞാൻ ഫസ്റ്റ് അനുഭവമാണെന്ന് സാറിനോട് പറയുകയും ചെയ്തു. അപ്പോൾ ആ എനർജി നമ്മൾ ഈ സിനിമയിൽ ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. എല്ലാവരുടെയും സപ്പോർട്ട് ഇനി അങ്ങോട്ടും ഉണ്ടാവണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ. ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. മോൻ്റെ പേരൊന്ന് പറയുക ചേച്ചി. റയാൻ. ഹായ് റയാൻ. റയാൻ ഇവിടെ എല്ലാം കണ്ടിട്ട് ഇങ്ങനെ അസ്റ്റോണിഷ്ഡ് ആയിട്ട് നിൽക്കുകയാണ്. ഓക്കെ, ഇനി ഒട്ടും വൈകിക്കുന്നില്ല. പോസ്റ്റർ ലോഞ്ചിങ് ഫംഗ്ഷനിലേക്ക് പോവുകയാണ്. അതിനായി നമ്മുടെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഒരു വിശിഷ്ട അതിഥിയാണ് ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത്. ഇദ്ദേഹത്തിന് കാര്യമായിട്ടുള്ള ഇൻട്രൊഡക്ഷൻസ് ഒന്നും കൊടുക്കാൻ ആ ഒരു ഗ്രോത്തിലേക്ക് എത്തിയിട്ടില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ബിക്കോസ് നമ്മൾ ഇന്ന് കണ്ടുവരുന്ന എല്ലാ സൂപ്പർ സ്റ്റാർസിൻ്റെയും ദ ഗോൾഡൻ ഫെദർ ഓൺ ദ ഹാർട്ട് എന്ന് പറയുന്നത് പോലെ ഒരു സിനിമ അവർക്ക് സമ്മാനിച്ചിട്ടുള്ള ഒരു ഡയറക്ടറാണ്, ദ വെറ്ററൻ ഡയറക്ടർ. വളരെയധികം ബഹുമാനത്തോടു കൂടിയിട്ട് ഞാൻ വേദിയിലേക്ക് നമ്മുടെ സ്വന്തം ജോഷിസ് തന്നെ സ്വാഗതം ചെയ്യുകയാണ്. സർ പ്ലീസ് കം ഓൺ ടു ദി സ്റ്റേജ്. സോ നമുക്ക് ആ ഒരു സ്വിച്ച് ഓൺ കർമ്മത്തിലേക്ക് That's it, ladies and gentlemen. That's the poster of Palam Padam for you.
ഓഗസ്റ്റ് 23-ാം തീയതി ഈ ചിത്രം നമ്മളിലേക്ക് തിയേറ്റേഴ്സിലൂടെ എത്തുന്നതായിരിക്കും. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് പാലും പഴത്തിനും ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. ആൻഡ് താങ്ക് യു സോ മച്ച് ജോഷി സാർ. We're done with the poster launch. ഇനി അടുത്തതായിട്ട് ഓഡിയോ ലോഞ്ചിലേക്കാണ് നമ്മൾ പോകുന്നത്. അതിനു മുമ്പ് നിങ്ങളിപ്പോൾ ഈ ഒരു പോസ്റ്റർ കണ്ടപ്പോൾ നമ്മൾ കണ്ടു പനോരമ മ്യൂസിക് ഫസ്റ്റ് ടൈം ഇൻ മലയാളം എന്ന്. സോ പനോരമ എന്ന് പറയുന്ന ആ ഒരു പ്രൊഡക്ഷൻ ഹൗസ് അല്ലെങ്കിൽ ആ ഒരു ബ്രാൻഡ് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ബിക്കോസ് ബോളിവുഡിൽ they're pretty much a big deal and they're very famous over there. And അവിടെ അവർ ചെയ്തിട്ടുള്ള അവരുടെ വർക്ക്സ് പറയുകയാണെങ്കിൽ ഇപ്പോൾ റീസെൻ്റ്ലി നെറ്റ്ഫ്ലിക്സിലൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഷെയ്ത്താൻ പിന്നെ ബ്ലോക്ക് ബസ്റ്റർ ആണ്. അപ്പോൾ അവരുടെ ഒരു ബ്രദർ ബ്രാഞ്ച് അല്ലെങ്കിൽ സഹോദര സ്ഥാപനമാണ് പനോരമ മ്യൂസിക്. ആൻഡ് അവർ മലയാളത്തിൽ ആദ്യമായി എത്തുകയാണ് നമ്മുടെ ഈ പാലും പഴം. സോ ഞാൻ ഇനി അടുത്തതായി വേദിയിലേക്ക് സ്വാഗതം. ഹലോ സാർ. Yeah, really thankful to all of you to be here. Sir, welcome to the evening. പ്രകാശനും പ്രകാശിന്റെ ടീമിനും എല്ലാ ഭാവങ്ങളും വിജയാശംസകളും. നന്ദി. Thank you, sir. സർ, നമ്മുടെ ഓഡിയൻസിനോട് 2 വാക്ക്. വളരെ വേണ്ടപ്പെട്ട ഒരുപാട് പേര് വേദിയിലും സദസ്സിലൊക്കെ ഉണ്ട്. എൻ്റെ ഏറ്റവും പഴയ സുഹൃത്താണ് കരുണപ്രകാശ് എന്നുള്ള പേര് നിങ്ങൾ മറന്നുപോയിട്ടുണ്ടാവും. PK പ്രകാശ് എന്ന് വിളിക്കുന്ന ഈ കരുണൻ എന്ന് വെച്ചാൽ 4ാം ക്ലാസ് മുതൽ 5ാം ക്ലാസ് മുതൽ ഒന്നിച്ച് പഠിച്ച ആൾക്കാരാണ്. അതുപോലെ തന്നെ അയാൾ ഡ്രാമ സ്കൂളിൽ ഒന്നിച്ചുണ്ടായിരുന്നു. അപ്പോൾ അവനെ കുറിച്ച് പറയാന്ന് വെച്ചാൽ വലിയ എന്താ പറയുക, നേരത്തെ ശ്രീ സിബി പറഞ്ഞ പോലെ അത് അവന് സിനിമ എന്നുള്ളത് അവൻ്റെ ഒരു ജീവശ്വാസമാണ്. സിനിമ തന്നെ അല്ല, അഡ്വർടൈസിങ് ആയാലും കോർപ്പറേറ്റ് ഫിലിം ആയാലും എന്തെങ്കിലും ക്രിയേറ്റീവായി ചെയ്തുകൊണ്ടിരിക്കുക. അതിൽ ഒട്ടും ഒരു ടയർഡ്നെസ്സോ ഒരു ബോർഡമോ ഒന്നും ഫീൽ ചെയ്യാത്തൊരു മനുഷ്യനാണത്. ഒരു റെയർ ബ്രീഡാണ് അവൻ. അവൻ ചെയ്തിട്ടുള്ള അത്രയും, അവൻ എക്സ്പെരിമെൻ്റ് ചെയ്തിട്ടുള്ള അത്രയും ജോണേഴ്സ്, അവൻ ടെക്നോളജിയും പല പുതിയ ആൾക്കാരെയും കൊണ്ടുവന്നു. ലൂയി ബാങ്ക്സിനെ പോലുള്ള ഒരു കമ്പോസറെയൊക്കെ മലയാളത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത ആളാണ്. നമുക്ക് അതിൻ്റെ ഒരു വെയിറ്റ് ഒന്നും നമ്മൾ തിരിച്ചറിഞ്ഞിട്ടില്ല. സോ അത്രയും ക്രിയേറ്റീവായിട്ടുള്ള ആ ക്രിയേറ്റീവ് എക്സൈറ്റ്മെൻറ്റ് ഉള്ളിൽ പേറുന്ന എൻ്റെ അടുത്ത സുഹൃത്താണ് കരുണൻ. അതുപോലെ തന്നെ ഡ്രാമ സ്കൂളിൽ പഠിച്ചിട്ടുള്ള വേറെയും ഞങ്ങളുടെ സുഹൃത്തുക്കൾ ഈ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്. നമുക്കൊക്കെ വളരെ പ്രിയപ്പെട്ട സന്ധ്യ രാജേന്ദ്രൻ, നമ്മുടെ മുകേഷിൻ്റെ സഹോദരി ഓ മാധവൻ സാറിൻ്റെ മകൾ, അതുപോലെ ബാബു സെബാസ്റ്റ്യൻ എന്നുള്ള ഞങ്ങളാണ്. മോഹനവീണ അല്ലേ, മോഹനവീണ കൈകാര്യം ചെയ്യുന്ന ആൾക്കാരുണ്ട്. ബാക്കിയുള്ളവർ ഐ എം ഷുവർ വെരി വെരി ടാലൻറ്റഡ് പീപ്പിൾ. എനിവേ, ഈ ഒരു ഇതിൽ പങ്കെടുത്തതിൽ വളരെ സന്തോഷം. ഏറ്റവും പ്രിയപ്പെട്ട അഭിനേത്രി മീരയുണ്ട് ഇവിടെ, അതുപോലെ തന്നെ നമ്മുടെ സാരനിഷയുണ്ട്, എല്ലാവരും. അശോകൻ ഞങ്ങൾ വർക്ക് ചെയ്തിട്ടില്ല, രാജു നമ്മളുടെ വളരെ വളരെ അടുത്ത സുഹൃത്താണ്. ഓൾ ഓഫ് യു. അപ്പോൾ ഇങ്ങനൊരു ഇതിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ വലിയ സന്തോഷം. കരുണൻ്റെ ഈ സിനിമ ഒരു ഗംഭീര ഹിറ്റാവട്ടെ. ആൻഡ് ഹി ഹാസ് മെനി മോർ തിങ്സ് ടു ഡു. അവൻ്റെ എനർജി നിലനിൽക്കട്ടെ. ആ ഒരു ആശംസകളോടുകൂടി ഞാൻ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. താങ്ക് യു സോ മച്ച് സാർ. നമുക്ക് VKP സാർ എന്നുള്ള ഒരു പേരാണ്, ഇപ്പോഴാണ് ഈ ഒരു പേര് നമ്മൾ കേൾക്കുന്നത്. ആൻഡ് ഇറ്റ്സ് ഗുഡ് ടു നോ ഇവിടെ ഒരു റീയൂണിയൻ വൈബാണ് നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടുന്നതെന്ന് അറിയാനായിട്ട്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു പ്രോമിസ് ഐ ആം ഗോണ ഡു ഇറ്റ് ഫോർ യു ഓൾ. അശോകൻ സർ ദയവായി അല്ലേ വേദിയിലേക്ക് വരും. നമുക്ക് നേരത്തെ അത് പ്രോമിസ് ചെയ്തതായിരുന്നു ഒരു പാട്ട് നമുക്ക് വേണ്ടി പാടാമെന്ന്. എനിവേ ഒരു പ്ലേ ബാക്ക് സിംഗർ ആയിരിക്കുകയാണ്. അപ്പം എന്തായാലും സാറിനെ കൊണ്ട് ഒരു പാട്ട് അല്ലേ പ്ലീസ്. ഞാൻ പറഞ്ഞതായിരുന്നു നമുക്ക് വേണ്ടിയിട്ട്, കാരണം നമ്മൾ ആരും ഇതുവരെ കേട്ടിട്ടില്ല അദ്ദേഹം പാടുന്നത്. ഞാൻ എന്നാ ഒരു റിക്വസ്റ്റ് തന്നോട്ടെ, ഏത് പാട്ട് പാടണമെന്ന് അത് പാടിത്തരുമോ?
അറിയാവുന്ന ആളെ പാടും. എന്തായാലും അറിയുന്നതായിരിക്കും. എനിക്ക് ഏകാന്ത ചന്ദ്രിക കേൾക്കണ്ടേ? ഒന്നൊന്ന് വലിയൊരു കൈയടി കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം പാടും. യാ, ഏകാദശ ചന്ദ്രിക ഇവിടെ തന്നെ ഉണ്ടല്ലോ. അല്ല, ഒരുപാട് ചന്ദ്രികമാരുണ്ട്. ഇത് പാടണം, കാരണം ഒരുപാട് പ്രാവശ്യം ഒരുപാട് കേട്ട പാട്ടാണ് ഇത്. ഒരുപാട് ഞാനും പാടിയിട്ടുണ്ട് കുറേ സ്ഥലത്ത്. പാടണം. ഏകാന്ത ചന്ദ്രികേ തേടുന്നതെന്തിനോ, കുളിരിനോ കൂട്ടിനോ, എൻ്റെ കരളിലെ പാട്ടിനോ. ഏകാന്ത ചന്ദ്രികേ തേടുന്നതെന്തിനോ, കുളിരിനോ കൂട്ടിനോ, എൻ്റെ കരളിലെ പാട്ടിനോ. ഏകാന്ത ചന്ദ്രികേ. താങ്ക് യു സർ. ഇത്ര അടിപൊളിയായിട്ട് പാടുന്ന ഞാൻ പ്രതീക്ഷിച്ചില്ല. എന്തായാലും റിക്വസ്റ്റിംഗ് യു ഓൾസോ ടു കൈൻഡ്ലി സ്റ്റേ ബാക്ക്. സർ നന്നായി പാടി കേട്ടോ, നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. മൈ ഹാർട്ട് ഇസ് ഫിൽഡ്. ഇനി ഈ ഒരു വേദി പൂർണ്ണമാകണമെങ്കിൽ തീർച്ചയായിട്ടും വിനോദ് സാറും VKP സാറും കൂടെ നമ്മളെ ഒന്ന് ജോയിൻ ചെയ്യണം. ആൻഡ് ദെൻ വിൽ മൂവ് ഫോർവേഡ് വിത്ത് ദി ഓഡിയോ ലോഞ്ച്. സർ പ്ലീസ്. യെസ്, ദി എൻറ്റയർ മ്യൂസിക്കിന്റെ CEO എല്ലാവരും ചേർന്നിട്ട് ദി ഓഡിയോ ലോഞ്ച് ആണ് നടക്കുന്നത് ഓഫ് ദ ഫിലിം പാലും പഴവും. നമുക്ക് വലിയൊരു കൈയടി കൊടുക്കാം. നമ്മുടെ ആശംസ അതിലൂടെ നമുക്ക് അറിയിക്കാം. രണ്ട് വാക്ക് നമ്മുടെ ഓഡിയൻസിനോട് സംസാരിച്ച ശേഷം. നമസ്കാരം. ഗംഭീര വിജയമാവട്ടെ. ഡ്രാമയിൽ, സിനിമയിൽ. ഓക്കെ, അപ്പോൾ ഇത്രയും മീര ജാസ്മിൻ്റെ നമ്പർ കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. അവിടെ നമ്പറാണെങ്കിൽ ആ നമ്പറും തന്നിട്ട് പോകണം. അപ്പോൾ ഒരുപാട് പേര് കംപ്ലൈൻറ്റ് പറഞ്ഞു, മീര ജാസ്മിൻ്റെ നമ്പർ 8 നമ്പറായിട്ടുണ്ട്, ഒന്നും ഇറങ്ങിയാണല്ലോ. VKPയുടെ അടുത്ത് ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഏതായാലും പാലും പഴവും യഥാർത്ഥത്തിൽ ഒരു പാലും പഴം ആയിട്ട് തന്നെ മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്, ഗോഡ് ബ്ലെസ് ഇൻഷാല്ലാ. അപ്പോൾ ബ്യൂട്ടിഫുൾ ടു അനൗൺസ് ചെയ്തിട്ടുണ്ട്, അത് എന്തായെന്നുള്ള അറിയില്ല. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു. അവരോടും നന്ദിയുണ്ട്. സത്യം പറഞ്ഞെങ്കിൽ കുറേ കാര്യങ്ങൾ പറയണമെന്നുണ്ട്. ഞാനിവിടെ എല്ലാ അത്യാവശ്യ സിനിമകളിലും ഞാൻ ഇവിടെ എത്താറുണ്ട്. അപ്പോൾ ഞാൻ കൂടുതലും ആ ക്യാമറയുടെ ബാക്കിലേക്ക് ഞാൻ നിൽക്കുക. അപ്പോൾ കണ്ടവരൊക്കെ ഒന്ന് കാണാൻ എല്ലാത്തിനും വേണ്ടിയിട്ട്. പക്ഷെ ഇന്ന് നമ്മുടെ ഉദിച്ചിരിക്കുന്ന ചന്ദ്രനെ നോക്കിയിട്ട് നമ്മളെല്ലാവരും മുകളിലേക്ക് നോക്കി നിൽക്കാറില്ലേ എന്ന് പറഞ്ഞ പോലെ ഒരുപാട് ചന്ദ്രന്മാർ ഇവിടെ ഇരിക്കുകയാണ്. അതിൻ്റെ മുമ്പിൽ എനിക്ക് നിൽക്കാൻ കഴിയും. എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട്. പിന്നെ VKP സാറിനെ കുറിച്ച് പറയുകയാണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ പടം ഞാൻ 2-3 പ്രാവശ്യം കാണുന്നതായിട്ട് ട്രിവാൻഡ്രം ലോഡ്ജ്, മറ്റേ നമ്മുടെ ബ്യൂട്ടിഫുൾ, അതൊക്കെ നമുക്ക് വീണ്ടും വീണ്ടും കാണാൻ തോന്നും. സാറിൻ്റെ മേക്കിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ഹിന്ദി മൂവിയൊക്കെ മേക്ക് ചെയ്യണ ഒരു ഫീലാണ് നമുക്ക് കാണുന്നതൊക്കെ. അപ്പോൾ ഈ പടവും നല്ല പാലും പഴവും എന്നുള്ള പടം ഭയങ്കര ഹിറ്റായി മാറട്ടെ. പിന്നെ മീര ജാസ്മിൻ നമ്മുടെയൊക്കെ ഒരു ഫേവറേറ്റ് ആക്ടറാണ്. നിങ്ങളെല്ലാവരും സന്തോഷം ഈ വേദിയിൽ നിൽക്കാൻ കഴിയും. യെസ് ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, അത് നമ്മുടെ സ്വന്തം ജിൻഡപ്പനായിരുന്നു. So right now I'm just handing over the mic to the producer Vinod Unithan. So sir, please. കുറച്ച് പേരും കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനുണ്ടായിരുന്നു. അന്ന്